ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചിക്കനെ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് റെസിപ്പിയാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, ഷെയറും കൂടി ചെയ്യണേ. ഇതാ നോക്കിയാട്ടെ, നമ്മുടെ സ്നാക്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സാണ്. നല്ല ചീസൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സാണ്. ചീസിൻ്റെ ടേസ്റ്റ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ആഡ് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഈസ്റ്റും 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മുട്ട ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിലും കൂടിയും ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മാവ് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം മാവ് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടിയും തടവിയിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി വെച്ച് നമുക്കത് കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 100 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടിയും ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ അടിഭാഗം ഫ്രൈ ആയി കിട്ടാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഈ ഓയിലിൽ തന്നെയാണ് കേട്ടോ കുറച്ച് ക്യാപ്സിക്കവും ഉള്ളിയും ഒക്കെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നത്. 1 കപ്പ് ക്യാപ്സിക്കം, 1 സവാള, 1 തക്കാളി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുകയൊന്നും വേണ്ട. ക്യാപ്സിക്കൊക്കെ നമുക്ക് ആ ബ്രെഡിൽ നിന്ന് കടിക്കാൻ കിട്ടണം. ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എന്നിവ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും ക്യാപ്സിക്കോ എല്ലാം നമ്മുടെ ആ ചിക്കനിലേക്ക് പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് നല്ലവണ്ണം മിക്സ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. നമ്മുടെ മാവൊക്കെ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കൈക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്നും കൂടി മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്കിത് ഓരോ ബോൾസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇവിടെ ഒരു 7 ഇഞ്ച് മോൾഡിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓരോ ബോൾസും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കണം കേട്ടോ. ഇനി വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 10 മിനിറ്റ് വീണ്ടും ഇത് ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് ആ മാവിൻ്റെ നടുക്ക് ഓരോ ഹോളാക്കി കൊടുക്കാം. ആ ഹോളാക്കി കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ്ങില്ലേ അത് ഇതിലേക്ക് വെക്കാനും വേണ്ടിയിട്ടാണ്.
ഓരോ സ്പൂണായിട്ട് നമുക്ക് ഈ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബോൾസിലും ഫില്ലിങ്സ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചീസാണ് വെക്കുന്നത്. മൊറസല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചീസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും ഇടാം. ഞാനിവിടെ ചീസൊക്കെ വെച്ച് നമ്മുടെ ഡിഷ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു അടികട്ടിയുള്ള പാത്രം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ടിന്നിറക്കി വെച്ച് 10 to 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. സൈഡിൽ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് മൊഞ്ചെല്ലാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മൊഞ്ചാക്കാം. ഞാൻ ചിക്കനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീനെ കൊണ്ടും ഉണ്ടാക്കാം. ചിക്കനും ചെമ്മീനും രണ്ടും കൊണ്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം. കാണാൻ തന്നെ മൊഞ്ചില്ലേ. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.